എന്തുകൊണ്ട് തുടരും സിനിമയിൽ മീനയെയോ മഞ്ജു വാര്യരെയോ ശോഭനയ്ക്ക് പകരം തന്മൂർത്തി കാസ്റ്റ് ചെയ്തില്ല? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. നോക്കാം നമുക്ക് വളരെ ചുരുക്കി ആ കാരണം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം. നമുക്കറിയാം, മോഹൻലാൽ മീന മലയാളി പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ള ഹിറ്റ് ജോഡികളിലൊന്നാണ്. അതേപോലെ തന്നെ മഞ്ജു വാര്യരും. മുന്തിരിവള്ളി തളിർക്കുമ്പോഴും ദൃശ്യവും മോഹൻലാൽ മീന കൂട്ടുകെട്ടിൽ ഹിറ്റായെങ്കിലും തമിഴ് കൾച്ചർ കലർന്ന ഒരു നടി ആവണം തുടരും സിനിമയിൽ എന്നതുകൊണ്ട് മാത്രമല്ല മീനയെ മാറ്റി ശോഭനയെ കാസ്റ്റ് ചെയ്തത്. പ്രേക്ഷകർ നേരത്തെ പറഞ്ഞ ദൃശ്യത്തിൽ വരെ കണ്ട മീന മോഹൻലാൽ കൂട്ട് പ്രേക്ഷകർ ആവർത്തന വിരസത ഉണ്ടാക്കിയേക്കാം എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടാവും സംവിധായകനിൽ. മഞ്ജുവിലേക്ക് വരുമ്പോഴും കാര്യങ്ങൾ അങ്ങനെ തന്നെ. ഒടിയനും മരക്കാറും ലൂസിഫറും ഇനി തുടരും സിനിമയിൽ കൂടെ മഞ്ജു വാര്യർ വന്നാൽ കഞ്ഞി എടുക്കട്ടെ എന്ന ട്രോളുകൾ മാത്രമല്ല, കഥ എത്ര നന്നായാലും അടുത്തിടെ ഒരുപാട് സിനിമകൾ മോഹൻലാൽ മഞ്ജു കൂട്ടുകെട്ടിൽ വന്നതുകൊണ്ട് തന്നെ മോഹൻലാൽ മഞ്ജു ജോഡി ഇതിൽ വേണ്ടെന്ന് സംവിധായകൻ ചിന്തിച്ചു കാണാം. സംവിധായകൻ തരുൺമൂർത്തി ചിത്രത്തിലെ നായിക എന്ന രീതിയിൽ മനസ്സിലേക്ക് ആദ്യം എത്തിയത് രണ്ട് പേരായിരുന്നു, ശോഭനയും ജ്യോതികയും. പുതുമ എന്നതിലപ്പുറം ശോഭന വന്നാൽ വർഷങ്ങൾക്ക് ശേഷം ശോഭന ലാലേട്ടൻ നായികയെ എത്തുന്നു എന്നത് ചിത്രത്തിലെ വലിയ രീതിയിലുള്ള ചർച്ച ആവുമെന്നും ഒരുപാട് പ്രേക്ഷകർ ഇവർ ഒരുമിച്ച് നല്ലൊരു കഥയിൽ ഒരുങ്ങുന്ന ചിത്രത്തിലെത്താൻ കാത്തിരിക്കുന്നു എന്നതും സിനിമയ്ക്ക് മുതൽക്കൂട്ടാവും. ആദ്യം ജ്യോതികയെ സമീപിച്ചെങ്കിലും കാരണം ശോഭന കുറേ കാലമായി മലയാള സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കൊണ്ടും ഡാൻസ് പ്രോഗ്രാമുമായി ഡേറ്റ് പ്രശ്നം കൊണ്ടും കിട്ടുമോ എന്ന ആശങ്കയിൽ ജ്യോതികയെ സമീപിച്ചെങ്കിലും വേൾഡ് ടൂർ പ്രോഗ്രാമിൽ സൂര്യയും ജ്യോതികയും പോകാൻ തയ്യാറായി നിൽക്കുന്നതിനാൽ ശോഭനയിലേക്ക് കാര്യങ്ങളെത്തി. ലാലേട്ടനൊപ്പം ശോഭന വീണ്ടും വർഷങ്ങൾക്ക് ശേഷം എത്തി. ഇതാണ് പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് സിനിമ കണ്ടവർ ഒന്നടങ്കം പറയുന്നു. എന്തായാലും തരുൺമൂർത്തിക്ക് തെറ്റിയില്ല ശോഭന ലാലേട്ടൻ കൂട്ടുകെട്ടിലൂടെ ഇങ്ങനെ ഒരു സിനിമ മലയാളികളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ചിത്രം കണ്ട ശേഷം ശോഭനയുടെ അഭിനയത്തെക്കുറിച്ചും ഈ ഒരു കൂട്ടുകെട്ടിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.